സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ മാസം ഒരു കാര്യം ചർച്ച ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന എറണാകുളത്ത് ഒരു ആഡംബര കാർ റേഞ്ച് റോവർ ഇറക്കുന്ന സമയത്ത് CIT തൊഴിലാളികൾ കാരണം ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ ജീവൻ പോവുകയും പിന്നീട് അതിനുശേഷം അതിനെ ചുറ്റിപ്പറ്റി നിന്ന സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നീട് ആ കേസ് എവിടെയായി അല്ലെങ്കിൽ ആരാണ് ഇതിനകത്തിൽ തെറ്റുകാരെന്നുള്ളതൊന്നും അറിയാതെ ആ കേസ് എവിടേക്കോ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്. മരട് ഒരു IT കമ്പനിയിൽ ഒരു സാധനങ്ങൾ വന്നപ്പോൾ, അതായത് IT കമ്പനി ആകുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിനെ ഫുള്ളായിട്ട് പണിഞ്ഞെടുക്കുന്ന ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് കയറ്റി വന്ന ലോറി അതിൽ നിന്ന് ഗ്ലാസ് ഇറക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളിൽ CIT ചെന്നിട്ട് വിഷയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. അതായത് CIT പറയുന്നത് ആ ഗ്ലാസ് ഞങ്ങൾ ഇറക്കും, ഞങ്ങൾക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം, ഞങ്ങൾ ഇറക്കിക്കോളാം, നിങ്ങൾ ആരും തുടരുതെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സംരംഭവുമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ള യുവാക്കളുടെ അടുത്ത് ചെന്നിട്ട് അവരെ പേടിപ്പിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളൊരു ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. CIT എന്ന് പറയുന്ന തൊഴിലാളി യൂണിയനിൽ 100%-ൽ 50% നല്ല ആളുകളാണെങ്കിൽ ബാക്കിയുള്ള 50% വെറും ചെറ്റകളാണ്. ഈ ചെറ്റത്തരം കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നില്ല, പുതിയ തൊഴിലവസരങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തന്തയില്ലായ്മ കാണിക്കാനായിട്ട് കുറച്ച് ആളുകൾ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് വരാത്തതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതിനെയാണ് സത്യം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന മരടിൽ ഈ പറയുന്ന സാധനം ഇറക്കാൻ വന്നപ്പോൾ CIT തൊഴിലാളികൾ കാണിക്കുന്ന ഒരു പിറപ്പുകേടുണ്ട്. നോക്കൂലി വേണം, അല്ലെങ്കിൽ ആ സാധനം ഇറക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഈ IT കമ്പനിയുടെ ഒരു ഓണറാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ വന്ന് പറയുന്നുണ്ട്, ഈ ഗ്ലാസ് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഈ സാധനങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവന്മാർ വീണ്ടും അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് ഇവന്മാരെ തല്ലാനായിട്ട് ചെല്ലുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. നീ ആരടാ, എടുക്കടാ, അവിടെ ഇടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്ത് ധൈര്യവും എന്ത് അവകാശമാണ് ഇവന്മാർക്കുള്ളത്? ഒരു പണിയും ചെയ്യാതെ നോക്കൂലി വാങ്ങാനായിട്ടാണോ സർക്കാർ ഇങ്ങനൊരു CIT എന്ന് പറയുന്ന തൊഴിലാളി യൂണിയനെ നിങ്ങൾ നിയമിച്ചിരിക്കുന്നത്? അതിനുവേണ്ടിയിട്ടാണോ ആഭ്യന്തര വകുപ്പിൽ ഈ പറയുന്ന ആളുകൾ ഇവരെ ഇങ്ങനെ അംഗീകരിച്ചുകൊണ്ട് പോകുന്നത്? എല്ലാ പിറപ്പുകേടും അങ്ങ് അംഗീകരിക്കുന്ന എല്ലാ തൊഴിലാളികളെയും അല്ല എല്ലാ കുറ്റവാളികളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഈ പറയുന്ന സാധനങ്ങൾ ഇറക്കുന്നതിനിടയിൽ ഗ്ലാസ് പൊട്ടിയാൽ ആര് പൈസ തരുമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് പറയുന്നതാണ്, നിങ്ങൾ ആരെയെ പേടിപ്പിക്കുന്നത്? നിന്റെ ഗ്ലാസ് പൊട്ടിയാൽ ഞങ്ങൾ എന്തിന് പൈസ തരണം, നീയൊക്കെ പുറത്തേക്ക് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം ഇറക്കാൻ സമ്മതിക്കാത്ത ആ സംരംഭം പൂട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലേക്കുള്ളൊരു പ്രസ്താവനയുമായിട്ട് ഇവന്മാർ വന്നിരിക്കുകയാണ്. ഇവന്മാർക്ക് ഇതിന് ആരാണ് അധികാരം കൊടുത്തത്? ആരാണ് അധികാരം കൊടുക്കേണ്ടതല്ലേ? അധികാരത്തിലിരിക്കുന്ന വർഗ്ഗങ്ങൾ തന്നെ ഇവന്മാർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കല്ലേ? അപ്പോൾ ഇനി തോന്നിവാസം കാണിക്കാമല്ലോ, തന്തയ്ക്ക് ഉറക്കാഴ്ച കാണിക്കാമല്ലോ. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം, അതിനുശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം. ഗ്ലാസ് ഉണ്ട്, അതിൽ ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ പൈസ ആര് പുറത്തു വന്ന നീക്കി അങ്ങ് മൂഞ്ചിക്കളയോടാ. ഒരു സംരംഭവുമായിട്ട് ഒരാൾ മുന്നിലേക്ക് വരുമ്പോൾ ഒരു പണിയും എടുക്കാതെ തെണ്ടാൻ പോയാൽ ഇതിനേക്കാൾ യോഗ്യത ഉണ്ടോ, അല്ലെ മാന്യത ഉണ്ടോ CIT തൊഴിലാളികളെ? നീലയിട്ടോണ്ട് രാവിലെ ഇറങ്ങും, ആരുടെ കയ്യിൽ നിന്ന് കാശ് പിരിക്കാന്ന് പറഞ്ഞുകൊണ്ട്. ആ തന്തയ്ക്ക് പ്രക്കാരിയാണ് ഇവിടെ കാണുന്നത്. ഓടി ചെന്നിട്ട് അവന്മാരുടെ അടുത്ത് ഗുണ്ടായിസല്ല അവന്മാർ കാണി. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, CIT എന്ന് പറയുന്ന സംഘടനയിൽ വർക്ക് ചെയ്യുന്നത്, ഹെഡ് ലോഡ് വർക്കേഴ്സിൽ വർക്ക് ചെയ്യുന്നത് കൂടുതലും ഈ പറയുന്ന കുറ്റവാളികളുടെ ഒരു സംഘടനയായിട്ട് മാറുകയാണ്. അവന്മാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവന്മാർ കാണിക്കുന്ന പരിപാടി കണ്ടില്ല, നീ ആരുടെ ഇറക്കുന്നത് എടുത്ത് കയറ്റി വെക്കട അകത്തെന്ന് പറഞ്ഞിട്ട് ധാഷ്ടം കാണിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. ആ ഒരു ഗ്ലാസ് എടുത്ത് ഒരു നേരം തലയടിച്ച് പൊട്ടിച്ചാലും കുഴപ്പമില്ലായിരുന്നു, ഇവന്മാരൊക്കെ തലയടിച്ച് പൊട്ടിച്ച് വിടേണ്ടതാണ് ഈ കേസിൽ. അപ്പോൾ ഇതിനൊന്നും ഒരു തടയുടെ ഇടാൻ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്കോ ഇവന്മാരെ നോക്കി നടത്തുന്ന സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ അല്ലെങ്കിൽ പറയുന്ന ഒരു ഹെഡ് ലോഡ് വർക്കേഴ്സ് എന്ന് പറയുന്ന യൂണിയൻ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്കോ ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്മാർ ഈ പറയുന്ന പിറപ്പുകേട് ഇനിയും കാണിച്ചുകൊണ്ടിരിക്കും. ഒരു സാധനം ഇറക്കാനായിട്ട് അവർക്ക് കഴിവുണ്ട്, അവർക്ക് കയ്യൂക്കുള്ള ആളുണ്ട്, അതിന് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല. അങ്ങനെ ഉള്ളപ്പോൾ പോലും അത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങ് ചെന്നിരിക്കുകയാണ്. ഇനി അവർ ചെയ്യണ്ട, ഇത് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ബംഗാളികളെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും നോക്കൂല് വേണം അത്രേ.
എടാ വീട്ടിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴും നീയൊക്കെ ഈ നോക്കൂലി മേടിക്കും. വീട്ടിൽ ചോറ് വെക്കുമ്പോൾ പെണ്ണുമ്പിളുടെ അടുത്ത് നോക്കൂലി തരാൻ പറയുമോ? വീട്ടിൽ അച്ഛൻ മരത്തിൽ കയറുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയും നോക്കൂലി തരാൻ, അല്ലെങ്കിൽ വീട്ടിൽ വിറക് കയറുമ്പോൾ അച്ഛനോട് പറയാം നോക്കൂലി തരാൻ. തന്തയ്ക്ക് പുറക്കാഴി കാണിക്കുന്ന ഒരു മര്യാദയൊക്കെ വേണ്ടേ? ആ ഒരു സംരംഭം അവർ തുറന്നുകൊണ്ട് വരുമ്പോൾ ആ സംരംഭത്തിൽ കൂടി എത്രയെത്ര ജനങ്ങൾക്കാണ് ജോലി, എത്രയെത്ര പൗരന്മാർക്കാണ് ജോലി കിട്ടുന്നത്, എത്രയെത്ര പുതിയ തൊഴിലവസരങ്ങളാണ് തുറന്നു വരുന്നത്. നിൻ്റെയൊക്കെ മക്കൾക്ക് തന്നെ ജോലി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പോയിട്ട് അവരുടെ ആ സംരംഭം തന്നെ പൂട്ടിക്കാൻ പോകുന്നത്, അവരുടെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിക്കാനുള്ള രീതിയിലാണ് ഉമ്മാർ പരിപാടികൾ കാണിക്കുന്നത്. ഉമ്മാർ അവിടെ കുറേ പരിപാടികൾ കാണിക്കുന്നുണ്ട്, ഞാൻ എല്ലാം വീഡിയോയിൽ ഇടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തന്തയ്ക്ക് പിറക്കാഴിയൊക്കെ ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നീതിപീഠത്തിൻ്റെയൊക്കെ കണ്ണൊന്ന് തുറക്കണം. ഈ നീതിപീഠത്തിൻ്റെ കണ്ണെന്ന് തുറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ അവരുടെ കണ്ണ് തുറക്കുകയുള്ളൂ. അവർക്ക് എങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടാവാനല്ലേ? അവർക്ക് എപ്പോഴും പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ വലയത്തിലായിരിക്കുമല്ലോ. അവരുടെ വീട്ടിലെ സാധനങ്ങൾ ഇറക്കാനായിട്ട് ഈ പറയുന്ന CIT അവർ വിളിക്കാറുണ്ടോ? ഞാനെങ്കിലും കണ്ടിട്ടില്ല. ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരുടെ വീട്ടിലെ സാധനങ്ങൾ ഇറക്കുന്നതിന് അല്ലെങ്കിൽ ഈ പ്രതിനിധികളുടെ വീട്ടിലെ സാധനങ്ങൾ ഇറക്കുന്നതിന് CITനെ വിളിച്ച് അല്ലെങ്കിൽ CIT പോയി നിൽക്കുന്നതൊന്നും. ഇതൊക്കെ വെറും നാടകമാണ്. ജനങ്ങളെ അവരെ കൊള്ളയടിച്ച് തീറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടനയെ രൂപീകരിക്കുകയും ആ സംഘടനയിൽ കൂടി ജനങ്ങളെ പിടിച്ച് പിഴിഞ്ഞ് ജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ പിഴിഞ്ഞ് ജീവിക്കുന്ന കുറച്ച് എത്തിൽ കണ്ണികളെ അങ്ങോട്ട് പുറത്തേക്ക് വിടുന്നതും ഇതൊക്കെ തന്നെയാണ് ഈ സംഘടനയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഒരു സംരംഭം അവിടെ തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാർ കാണിക്കുന്ന എന്തൊക്കെ പിറപ്പേടല്ല കാണുന്നത്. വല്ലാത്ത ധാർഷ്ട്യമാണ്. ഒരുത്തനെ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ തെറിച്ചു പോകുന്ന കോലത്തിലാണ് ഉമ്മാർ നിൽക്കുന്നത്. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വരാത്ത ആണത്തമാണ് ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ വരുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇല്ലാത്ത ഉറപ്പാണ് ഉമ്മാർക്ക് ഈ ആൾ കൂടി നിൽക്കുമ്പോൾ. ആൾ കൂടുമ്പോൾ എന്താ, ആൾ കൂടിയ പാമ്പേ ആവത്തില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ? അപ്പോൾ ഈ ആൾ കൂടുമ്പോൾ ഉമ്മാരുടെ ഉള്ളിലുള്ള ഒരു വീര്യം അല്ലെങ്കിൽ മനുഷ്യൻ ആണാണെന്നുള്ളൊരു ധൈര്യം അങ്ങോട്ട് വരും. അതേസമയം ഉമ്മാരെയൊക്കെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാലോ പേടിച്ച് മുള്ളുന്ന അവസ്ഥയായിരിക്കും ഉമ്മാർക്ക്. അങ്ങനെയുള്ള ഇച്ചിമുള്ളികളാണ് ഉമ്മാർ. പ്രായത്തിനെ പോലും ഞാൻ ബഹുമാനിക്കാതാണ് കാര്യം പറയുന്നത്. കാരണം ഈ തന്തയ്ക്ക് പിറക്കാഴിയാണ് ഉമ്മാർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CIT എന്ന് പറയുന്ന ഒരു സംഘടന ഗുണ്ടകളുടെ സംഘടനയാണെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിനാരും ഉത്തരം തരാൻ സാധിക്കുന്നില്ല, അല്ലെ അതിനാരും ഉത്തരം പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും പാർട്ടിയിലുള്ള പ്രതിനിധികൾ കാണുന്നുണ്ടെങ്കിൽ, CITയിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. ഇതിൽ ചില ആളുകൾ, ഞാൻ പറഞ്ഞില്ല 50% നല്ലതാണെങ്കിൽ ബാക്കി 50% ചെറ്റകളാണ്. ഈ 50% ചെറ്റകളായിട്ടുള്ള ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബാക്കി നല്ലവരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം തന്നെ. പക്ഷേ വെറുതെ ഇരുന്ന് കാശ് ഉണ്ടാക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ വെയിലും മഴയും കൊണ്ട് ഒരാളൊരു സംരംഭം തുടങ്ങാൻ വരുന്നത്, അല്ലെങ്കിൽ എത്രയോ കാശ് ഉണ്ടാക്കിയിട്ടാണ് അവരൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ സാധനം ഇറക്കാൻ സമ്മതിക്കുന്നില്ല. ആ ഒരു ധാർഷ്ട്യത്തോടുകൂടി പോയി ചെയ്യുന്ന എന്തൊരു പരിപാടി അല്ലേ? അവർക്ക് ആവശ്യമെങ്കിൽ അവർ നിങ്ങളെ വിളിക്കും. അതിൽ വൈദഗ്ധ്യമുള്ള ഒരാളിനെ കൊണ്ടാണ് അവർ വന്ന് ഇറക്കാൻ നോക്കുന്നത്. ഗ്ലാസ് ഇറക്കാനായിട്ട് ചുമ്മാ തലയിൽ മറ്റേ ഈ വേസ്റ്റും ചുമന്നോട്ട് പോകുന്നവന് കഴിവുണ്ടോ? അതില്ല. കാർ ഇറക്കിയപ്പോൾ അത് തന്നെയാണ്. ഈ സാധനം ചുമക്കുന്നവൻ എങ്ങനെയാണ് അത്രയും വലിയ ലക്ഷറി കാർ ഇറക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാത്തിലും ആധിപത്യം വേണമെന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആ നയമുണ്ടല്ലോ, അതങ്ങനെ അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു സർക്കാർ ഉള്ളതുകൊണ്ടാണ് ഇവന്മാർ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു ഭരണം നാറിയ ഭരണമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചായവുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ എനിക്കും അതിനോട് എതിർപ്പ് തന്നെയാണ്. അത് ഏതൊരു പാർട്ടിയാണെങ്കിലും തോന്നിവാസങ്ങൾ കാണിച്ച് നമ്മൾ എതിർക്കും അല്ലേ? അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. നല്ലത് കാണിച്ച് നല്ലതെന്ന് പറയും, തോന്നിവാസം കാണിച്ച തോന്നിവാസം തന്തയില്ലായ്മയാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ CITന് ഇനിയെങ്കിലും കടിഞ്ഞാണിടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു ജീവൻ പോലും പൊലിഞ്ഞു പോയി, എന്നിട്ട് പോലും നിങ്ങളെ കൊണ്ട് അതിന് തടയിടാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം വഴി പാസ് ചെയ്തപ്പോൾ അവിടെ ഒരു പോപ്പുലർ ഹ്യൂണ്ടായി എന്ന് പറയുന്ന ഷോറൂം ഉണ്ട് കാര്യവട്ടത്ത്. ഞാൻ നോക്കിയപ്പോൾ അവിടെ കാർ ഇറക്കുന്നതിനും ഈ പറയുന്ന കുറച്ച് നീല ഉടുപ്പിട്ടവന്മാർ അവിടെ പോയി നിൽക്കുന്നുണ്ട്. എന്തിനാ? വെറുതെ നോക്കൂലി മേടിക്കാനാ. ഞാനത് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇവിടെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. CITനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ് ഗുണ്ടായുസത്തിന് വേണ്ടിയിട്ട്, ഗുണ്ടാ പിരിവ് നടത്താൻ വേണ്ടിയിട്ട്. അതാണ് ഇവന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണിയെടുത്ത് മര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെ ആ പാത്രത്തിൽ പോയിട്ട് വീണ്ടും മണ്ണ് വാരിയിടുന്ന ഒരു അവസ്ഥ. എടാ എരന്ന് തിന്നടാ, ഇതിനേക്കാളും ഭേദം അതാണ്. മറ്റുള്ളവരുടെ കാശ് വാങ്ങി തിന്നാനായിട്ട് നടക്കുന്ന നാണമില്ലാത്ത ചെറ്റകളെ.